എനിക്കിങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്താ ഋഷി, എന്താ പ്രശ്നം? എല്ലാ കാര്യങ്ങളും വക്കീൽ ഏറ്റെടുത്തതല്ലേ, പിന്നെന്താ പ്രശ്നം? ഋഷി വെറുതെ മുന്നിൽ നിന്ന് കൊടുത്താ മതി. മമ്മി, കേസിന്റെ മുന്നിൽ നിൽക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ തന്നെ എന്തിനു നിൽക്കും ഞാൻ. പക്ഷേ ദേ ഇവളെ എനിക്ക് വേണ്ട. വേണ്ടെന്നോ? ആദ്യം ഈ ഋഷി എന്തൊക്കെയായി പറയുന്നേ? മോനെ, നീ അവളുമായിട്ട് വഴക്കിട്ടോ? വഴക്കിടുന്ന ഞാനല്ലല്ലോ, അവളല്ലേ. അവളല്ലേ ഇപ്പൊ അവരുടെ കൂടെ കൂടിയേക്കുന്നത്. അവളുടെ മറ്റവന്റെയും. ഇപ്പൊ അവൾക്ക് വേണ്ടിയല്ലേ അവൾ നിൽക്കത്തുള്ളു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ചോർത്തി കൊടുക്കുന്ന അവളുടെ പരിപാടി. നിങ്ങളുടെ ഈ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൾ ഇറങ്ങി തിരിച്ചിരിക്കുക മനഃപൂർവ്വം. ഇവള് കാരണം ഈ കുടുംബം നശിക്കും. നിങ്ങൾ അകത്ത് പോവുകയും ചെയ്യും. നോക്കിക്കോ അല്ലെങ്കിൽ. അതുകൊണ്ട് മമ്മി, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നിങ്ങൾക്ക് വേണ്ടാന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. തീരുമാനിക്കുക എന്താന്ന് വെച്ചാ. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് വേണ്ട ഇവളെ. എന്റെ ഭാര്യയായിട്ട് ഇവളെ വേണ്ട. മോനെ, നിനക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? അല്ലാതെ തന്നെ പ്രശ്നങ്ങൾ നടക്കുക. അതിന്റെ കൂടെ നിങ്ങളും കൂടെ വലുതാക്കിയാലോ? അവളോട് ഞാൻ സംസാരിക്കുക എല്ലാ കാര്യങ്ങളും. ചെല്ല്, നിങ്ങൾ ചെന്ന് സംസാരിച്ചാലേ അനുസരിക്കുന്ന മോളല്ലേ അവള്. ഋഷി പറഞ്ഞ പോലെ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാ വേണ്ടത്. എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. പഠിക്കാനുള്ളത് പണം കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കേ. ബാക്കിയുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മമ്മി. എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ അവള്. പറഞ്ഞു വിടാ അവളെ ഇവിടുന്ന്. അങ്ങനെ ഋഷി മമ്മിയോട് തീരുമാനിക്കുന്ന പോലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന ആരും വിചാരിക്കണ്ട. ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. പോണ്ടത് ഋഷിയല്ലേ. മമ്മി, പോകാൻ തീരുമാനിച്ചത് ഞാനല്ല, ഋഷിയാ തീരുമാനിച്ചത്. എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വരെ തീരുമാനിച്ചത് അവനാ. ഞാൻ ഇവന്റെ കാല് പിടിച്ച് പറഞ്ഞതാ മമ്മി, ഇതൊരു പ്രശ്നാക്കല്ലേ, ഇതൊരു ഡിവോഴ്സ് വരെ എത്തിക്കല്ലേ എന്ന്. നോക്കിക്കേ, എന്റെ താലി വരെ വലിച്ചു പറിച്ചുകൊണ്ട് പോയി. നോക്കിയേ, എന്റെ വെഡിങ് റിംഗ് ഇല്ല, താലിയില്ല, എല്ലാം വലിച്ചു പറിച്ചുകൊണ്ട് പോയി. ചോദിക്കും മമ്മി, ചോദിക്കും പപ്പ, അവന്റെ പോക്കറ്റിലുണ്ട്. ശരിയാണോ ഋഷി? ആന്നോടി? ആ മമ്മി, ഇപ്പത്തെ ഡിവോഴ്സിന് കൊടുക്കാന്നാ പറയുന്നേ. എനിക്ക് ഋഷിയെ വേണം മമ്മി, പക്ഷെ ഋഷിക്ക് എന്നെ വേണ്ടെന്നാ പറയുന്നേ. മമ്മിയും പപ്പയും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. കുടുംബജീവിതത്തിന്റെ മഹത്വം നന്നായിട്ട് അറിയാവുന്നവരല്ലേ നിങ്ങൾ രണ്ടുപേരും. അവനൊന്ന് പറഞ്ഞ് പഠിപ്പിക്ക്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഋഷി, ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊന്നും വലുതാക്കി കാണിക്കരുതേ. ഡിവോഴ്സ് ചെയ്ത് ഇറങ്ങി പോകാന്ന് വെച്ചാല്? മോനെ, നിന്നെ ഞങ്ങൾ മോനായിട്ടാ കണ്ടിരിക്കുന്നത്. ഭാര്യ വീട്ടിൽ നിൽക്കുകയെന്ന് ഒരുപാട് പേര് ആക്ഷേപിച്ചെങ്കിലും ഈ കുടുംബത്തിന്റെ നാഥന്റെ സ്ഥാനമാ നീ ഏറ്റെടുത്തിരിക്കുന്നത്. നീയാ ഇനി എല്ലാം നടത്തേണ്ടത്. ഒരു താലിയുടെ കാര്യം പറഞ്ഞ് ആ സ്ഥാനത്ത് നിന്ന് നീ ഇറങ്ങി പോരുത്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. ഇല്ല പാപ്പ, എനിക്കവളെ വേണ്ട. എനിക്ക്